നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അലർജി രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലതരത്തിലുള്ള അലർജി മൂലം പ്രയാസപ്പെടുന്ന ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. വായുവിലെ പൊടിപടലങ്ങളിലൂടെയോ മറ്റു രീതിയിലോ വരുന്ന അലർജി തുടർച്ചയായ തുമ്മൽ, ആസ്മ തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമാകാം. ഇതിനെല്ലാം പല രീതിയിലുള്ള ചികിത്സകളിലൂടെ കടന്നുപോയിട്ടും പൂർണ്ണമായും രോഗം മാറാത്ത അവസ്ഥയും ഉള്ളവരുമുണ്ട്. ഹോമിയോപ്പതിയിൽ അലർജി രോഗങ്ങൾക്ക് എന്തെല്ലാം ചികിത്സകളുണ്ട് എന്നതാണ് ഇന്ന് കോൾ സെന്റർ വിശദമാക്കുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഡോക്ടർ കെ സജി ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. സ്വാഗതം ഡോക്ടർ കോൾ സെന്ററിലേക്ക്. നമ്മുടെ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അലർജി രോഗങ്ങളുമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് ഡോക്ടർ ഈ അലർജി രോഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലർജി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ അമിത പ്രതികരണം കൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ്. അതിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പൊടി തട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മൂക്കിലോ തട്ടിപ്പോയി കഴിഞ്ഞാലോ ഒരു നൂലേഴ തട്ടിക്കഴിഞ്ഞാലോ ഒക്കെ തുമ്മൽ വരാം. അത് സ്വാഭാവികമായുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അമിതമായിട്ട് തുടർച്ചയായിട്ട് തുമ്മലുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് തുമ്മലുണ്ടാവുക, ഈ രീതിയിലുള്ള അമിതമായ പ്രതികരണം, ശരീരത്തിന് അമിത പ്രതികരണമാണ് ശരിക്കും അലർജി രോഗങ്ങളിലേക്ക് നമ്മൾ പെടുത്തുന്നത്. ഈ എന്തൊക്കെ അസുഖങ്ങളാണ് അങ്ങനെയാണെങ്കിൽ അലർജി എന്ന് പറയുന്ന ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക? അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ കാണുന്ന 2 തരം വരുന്നത് ഈ 1ാമത്തെ ടൈപ്പിലും 4ാമത്തെ ടൈപ്പിലുള്ള രോഗങ്ങളാണ്. 1ാമത്തെ ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന ശ്വാസമുട്ടൽ, തുമ്മൽ, ജലദോഷം, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന തുമ്മൽ, ജലദോഷം. അത് ജലദോഷം എന്ന് പറയുന്ന മൂക്കലിപ്പോൾ അടപ്പോ അല്ലെങ്കിൽ തുമ്മലോ ആവാം. അത് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കൂടെ വരുന്ന ചുമയാവാം. അതല്ലെങ്കിൽ ശ്വാസം മുട്ടലാവാം. അതല്ലെങ്കിൽ അർട്ടിക്കേറിയ എന്ന് പറയുന്ന തൂവക്കാര എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന അസുഖമാവാം. പിന്നെ എക്സിമ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന രൂപത്തിലുള്ളതാവാം. ഇതെല്ലാം വരുന്നത് ടൈപ്പ് 1 അലർജിയിലാണ്, ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലാണ്. പെട്ടെന്ന് അലർജിനോട് പെട്ടെന്ന് റെസ്പോൺസ് കാണിക്കുന്ന ടൈപ്പ് 1 അലർജിയിലാണ്. ഇതിൽ തന്നെയാണ് സാധാരണ കൊഞ്ച്, ഞണ്ട്, കടുക്ക, അങ്ങനത്തെ ഓയിസ്റ്റേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ വരുന്ന വയറിന് അസുഖം വരുന്നത്. സാധാരണ അലർജി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരിഗണിക്കാതെ തുമ്മൽ, ശ്വാസമുട്ടൽ, ജലദോഷം ഇതൊക്കെയാണ് ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ രീതിയിലാണ് പലപ്പോഴും മനസ്സിലുണ്ടാവുക. പക്ഷേ ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം റിയാക്ഷൻസ് വരുന്ന അലർജികൾ വേറെ ഇല്ലേ? അതാണ് പറഞ്ഞത്, ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ വരുന്നത് തന്നെയാണത്. അത് ഈ തരം വസ്തുക്കൾ, അതായത് ഏറ്റവും കൂടുതലായിട്ടും അലർജി ഉണ്ടാക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ ഈ ഞണ്ട്, കടുക്ക, അങ്ങനെ ഷെൽഫിഷ് വിഭാഗത്തിൽ വരുന്ന സാധനങ്ങളാണ് കൂടുതലും കംപ്ലൈൻറ്റ് ഉണ്ടാക്കാറുള്ളത്. അത് പെട്ടെന്ന് റെസ്പോൺസ് ഉണ്ടാകുന്ന ഇതേപോലെയുള്ള അലർജിക് റെസ്പോൺസ്, തൂവക്കാരപല, നമ്മുടെ തൂവ കടിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്ത് വരുന്നതിനെ നാടൻ ഭാഷയിൽ പറയുന്ന, ആർട്ടിക്കേറിയക്ക് നാടൻ ഭാഷയിൽ പറയുന്നതാണ് തൂവക്കാര എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഇറപ്ഷൻസ് ഒക്കെയും ഈ കടുക്ക പോലെ അല്ലെങ്കിൽ ഞണ്ട് പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യാം. മറ്റ് ഭക്ഷണത്തിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള മറ്റു വസ്തുക്കൾ കൊണ്ടും അലർജി ഉണ്ടാവാം. പിന്നെ 2 തരം, ഈ 4 ടൈപ്പിൽ 2ാമത്തെ തരം എന്ന് പറയുന്നത് IgM, IgG മീഡിയേറ്റഡ് ആയിട്ടുള്ള അലർജിയാണ്. അതിൽ കൂടുതലും മെഡിസിൻ റിയാക്ഷൻസ് കൊണ്ടുവരാവുന്ന ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഹിമോളിറ്റിക് അനീമിയ, ന്യൂട്രോഫിൽസിന് ഡാമേജ് വരിക, അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സിന് ഡാമേജ് വരിക, ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ എന്നൊക്കെ പറയുന്ന യൂഷ്വലി സാധാരണക്കാർ ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലാത്ത രോഗങ്ങളാണ്. ടൈപ്പ് 3യിൽ വരുന്നത്, ഇത് പൊതുവേ ഈ അലർജി എന്ന് പറയുന്നത് ആൻറ്റിബോഡി റിലേറ്റഡ് ആയിട്ടുള്ള, ഫസ്റ്റ് ടൈപ്പിലാണ് IgE ആണ്, 2ാമത്തിലാണ് IgG, IgM ആണ്. 3ാമത്തേതിൽ ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും ശരീരത്തിൽ ഒരു കോംപ്ലക്സുകളുണ്ടാവും. ഏതൊരു ആൻറ്റിജനും, ഇപ്പം പൊതുവേ നമ്മുടെ വിഷവസ്തുക്കളാണെങ്കിലൊക്കെ പ്രോട്ടീൻസ് ആൻഡ് ആൻറ്റിജൻസ് ആണ് പലപ്പോഴും വരുന്നത്. വൈറസ് ആണെങ്കിലും ആൻറ്റിജനാണ്, പാമ്പിൻ്റെ വിഷമാണെങ്കിലും ആൻറ്റിജനാണ്, ഒക്കെ ആൻറ്റിജനാണ്. അപ്പോൾ അതിനെതിരെ ശരീരം ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആൻറ്റിജൻ നടപടിയാണ്. നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ആരെയാണ് വിളിക്കുന്നത്? ഡൽഹിയിൽ നിന്ന്. ആര്യ ചോദിച്ചോളൂ ഡോക്ടറോടാ. ഡോക്ടർ, ഈ അലർജിക്ക് അർട്ടിക്കേരിയ ഹോമിയോപ്പതിയിൽ മാറ്റാൻ കഴിയും? കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയും. അത് അലർജിക്ക് അർട്ടിക്കേരിയ 2 തരം ഉണ്ട്. അതായത് അതിൻ്റെ കാലയളവ് വെച്ചിട്ട് 2 തരമുണ്ട്, അല്ലാതെ തന്നെ പല തരമുണ്ട്. കാലയളവ് വെച്ചിട്ട് അക്യൂട്ടും ക്രോണിക്കും ഉണ്ട്. അത് അക്യൂട്ട് അർട്ടിക്കേരിയ ആണെങ്കിൽ നിയർലി 1 വർഷമായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, ക്രോണിക് ആണ്. അതിൽ പലപ്പോഴും നമ്മൾ അർട്ടിക്കേറിയക്ക് അതിൻ്റെ കാരണമാണ് നമ്മളെപ്പോഴും അന്വേഷിക്കുക, എന്തുകൊണ്ടുണ്ടായി എന്നാണ് അന്വേഷിക്കുക. പക്ഷേ ആ കാരണം അന്വേഷിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. കാരണം ഒന്നിലധികം വസ്തുക്കൾ ചിലപ്പോൾ അലർജി ഉണ്ടാവാം. നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ അർട്ടിക്കേറിയ മാറ്റിയെടുക്കാൻ കഴിയും. അതിൻ്റെ കുറച്ചു കാലം കഴിച്ചു, പക്ഷെ ജംപ്രഡ് പറഞ്ഞ ഒരു സ്റ്റിറോയിഡ് ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാലേ ഇത് മാറുന്നുള്ളൂ കംപ്ലീറ്റ് ആയിട്ട്.
അത് പൂർണ്ണമായ ഡീറ്റെയിൽസ് എടുത്തിട്ട്, അതായത് ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടിട്ട് പൂർണ്ണമായ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ കാരണങ്ങളിലേക്കല്ല, എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫുഡ് കഴിക്കുമ്പോഴാണോ അതിനേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കൂടെ വരുന്ന അസുഖമാണെങ്കിൽ ക്രോണിക് അർട്ടിക്കേറിയ എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ അറ്റോപ്പിയായിട്ട് ഈ അലർജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് ലക്ഷണങ്ങൾ ചിലപ്പോൾ ശരീരത്തിലുണ്ടാവും. അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ആ കേസ് സ്റ്റഡി ചെയ്ത് മരുന്നെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗം മാറും, യാതൊരു സംശയമില്ല. ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അബ്ദുസലാമാണ് കുടകിൽ നിന്നാണ് വിളിക്കുന്നത്. അബ്ദുസലാം, ചോദിച്ചോളൂ ഡോക്ടറോടാ. ഡോക്ടറെ പറഞ്ഞോളൂ. ഡോക്ടർ, തുമ്മലാണ്. ഇങ്ങനെ ഇവിടെ കൊടകില് ക്ലൈമറ്റ് തണുപ്പാണ്. അതെ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എറണാകുളത്ത് നിന്നാണ്. ഇവിടെ വരുമ്പോ കൊടകിലേക്ക് വരുമ്പോ ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ഇങ്ങനെ ഇവിടെ വരുമ്പോ തുമ്മലൊക്കെയാണ്. അത് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റൂല. അലർജി ഗ്രൂപ്പിൽപ്പെട്ട തുമ്മൽ തന്നെയാണത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ പലപ്പോഴും ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്താ പറയുക, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ മാറുന്നു എന്നുള്ളതിനെ നമുക്ക് ആ സാഹചര്യം മാറ്റിക്കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. അതിന് നമ്മുടെ ശരീരത്തിൻ്റെ ആ പ്രതികരണത്തിനെ കുറയ്ക്കുക തന്നെ വേണം. അതിനുവേണ്ടി നമ്മൾ മരുന്നെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റ് കുറയുന്നതാണ്. അപ്പോൾ ആ സാഹചര്യം അവോയ്ഡ് ചെയ്യുക എന്നത് ഒരിക്കലും പ്രായോഗികമായ ഒരു രീതിയല്ല. അപ്പോൾ പൊടി തട്ടുന്നുണ്ട്, പൊടി ഒഴിവാക്കണം, അല്ലെങ്കിൽ തണുപ്പുണ്ട്, തണുപ്പ് ഒഴിവാക്കണം എന്ന് പറയുന്നത് പലപ്പോഴും പ്രായോഗികമല്ല. നിങ്ങൾ ആ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ട ആളാണ്, അല്ല ജീവിക്കേണ്ട ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ സാഹചര്യത്തിൽ തുടരുക തന്നെ വേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ തുടർന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അസുഖം മാറ്റാൻ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ രോഗം പഠിച്ച് ചികിത്സിക്കുന്ന ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് സാധിക്കും. കാരണം പ്രത്യേകിച്ചും ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. എന്തുകൊണ്ട് അസുഖം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്താണ് അലർജൻ എന്നതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ എന്തുകൊണ്ടാണ് നിങ്ങൾ അലർജി ഉണ്ടാകുന്നത്, ഇപ്പം നിങ്ങൾ അതേ സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്ന അതേ സാഹചര്യത്തിൽ ജീവിക്കുന്ന മറ്റാളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർക്കൊന്നും ഈ അസുഖം പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നിങ്ങൾക്ക് മാത്രമാണ് അസുഖം പ്രകടമാവുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ആ സാഹചര്യത്തിനോട് കൂടുതലായി പ്രതികരിക്കുകയാണ്. ആ പ്രതികരണ സ്വഭാവം നമ്മൾ മരുന്നെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അസ്വസ്ഥതകൾ കുറയും. ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി തുടരാൻ കഴിയും, അസുഖം മാറും. ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടെയുണ്ട്. തോമസ് ആണ് വിളിക്കുന്നത് ചാലക്കുടിയിൽ നിന്ന്. തോമസ്, ചോദിച്ചോളൂ ഡോക്ടറോടാ. ഹലോ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. സാറേ, ഞാൻ പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു. അപ്പൊ എനിക്ക് ഈ കാലുമ്മ തണുപ്പ് സമയങ്ങളിൽ ആണ് ഈ പറഞ്ഞ പോലെ ചൊറിച്ചിൽ വരും. ഇപ്പൊ ഞാനിവിടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ അവിടെ വെച്ച് തണുപ്പ് സമയങ്ങളിൽ മാത്രമാണ് ഈ മുട്ടുകാലിന് താഴെയാണ് ഈ ചൊറിച്ചിൽ വരുന്നത്. അപ്പൊ ഞാനൊരു റിസോൾവ് പ്ലസ് എന്ന് പറഞ്ഞൊരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അടയാളമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അത് വെറുതെ ചൊറിച്ചിൽ മാത്രമാണോ, അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചൊറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന കളറാവും ആ ഏരിയകളിൽ നിന്ന്, അല്ലാതെ ഉണിലായിട്ട് പൊട്ടായിട്ടൊന്നുമില്ല? ഇല്ല, വേറെ സിംറ്റംസ് ഒന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കധികം ചൊറിച്ചിൽ വരുന്നത് നമുക്കത് നിർത്താൻ പറ്റില്ല. കണ്ടിന്യൂ നൈറ്റൊക്കെ ഇരുന്ന് ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മള് നഖം കൊണ്ട് മാന്തുന്ന രീതിയല്ല, കൈകൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടാവാറുണ്ട്. എത്ര കാലമായിട്ടുണ്ടാവും? അതിപ്പോ ഒരു 3-4 വർഷമായിട്ടുണ്ട്. ഇപ്പൊ ഇത് രസമാണോ അതല്ല സാറേ, ഇത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചാണകം മിക്സ് ചെയ്ത പൗഡറുകളും മറ്റേ പൊടികളൊക്കെ ഉണ്ട്, അതായത് മറ്റേ വളത്തിന്റെ കുറച്ച് പൊടികളും പിന്നെ മണ്ണൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇപ്പൊ ആ റിലേറ്റഡ് ആയിട്ട് 2-3 തവണ ഇപ്പൊ അതും സെയിം സിംറ്റം തന്നെ വരുന്നുണ്ട്. ചൊറിഞ്ഞിട്ട് കാല് ഇങ്ങനെ ഈ ചൂട് സമയത്തും വരുന്നുണ്ട്. ഇപ്പൊ ഇത് അലർജി, അറ്റോപ്പി വിഭാഗത്തിൽപ്പെട്ട അലർജി പറഞ്ഞ ലക്ഷണങ്ങളനുസരിച്ച് അതിന് തന്നെയാണ് സാധ്യത ഉള്ളത്. അറ്റോപ്പിയിലെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ പല തരത്തിലും പ്രകടമാവാം ചൊറിച്ചിൽ. നിങ്ങൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ചൊറിച്ചിൽ വരുന്ന രീതി വരാം. അത് വളരെ സിവിയറായിട്ട് തന്നെ ഇച്ചിങ് ഉണ്ടാവും. ചിലപ്പോൾ സ്ക്രാച്ച് ചെയ്ത് അവിടെ കളർ ചേഞ്ച് വരിക, ബ്ലാക്ക്നെസ് വരിക, അതൊക്കെ വരാം. അതിലും ഇതേപോലെ തന്നെയാണ്. കൃത്യമായ വിവരങ്ങളെടുത്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതാണ്, മാറാത്ത പ്രശ്നമില്ല. അത് പൂർണ്ണമായ വിവരങ്ങൾ എടുക്കേണ്ടി വരും. ഈ പ്രകടമാവുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ പ്രായത്തിലും തൊലിപ്പുറത്ത് അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ വിശദമായ കാര്യങ്ങളൊക്കെ എടുത്ത് കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും. അത് പുറത്ത് പുരട്ടുന്ന മരുന്നുകൾ കൊണ്ട് മാറില്ല, ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും തീർച്ചയായിട്ടും. ഒരു അത്രയും വർഷമായിട്ടുള്ള അസുഖമായതുകൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ തക്കതായ ഒരു കാലാവധി മരുന്ന് കഴിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും മാറും. അതെ, തീർച്ചയായും. നമ്മൾ ഡോക്ടർ ഈ 3 പ്രേക്ഷകരും പറഞ്ഞ 3 ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഡോക്ടർ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഈ അലർജി തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം? അലർജിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു പാരമ്പര്യ ഘടകം തന്നെയാണ്.
ഇപ്പോൾ ഈ പ്രേക്ഷകർ ചോദിച്ചപ്പോൾ തന്നെ അതിൽ നമ്മൾ ആദ്യം ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം കുടുംബത്തിൽ ഈ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നാണ്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാത്ത തരത്തിലാണെങ്കിൽ ചിലത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ്, നമുക്ക് അതിനപ്പുറത്തേക്ക് ചോദ്യം ആവശ്യം വരില്ല. അല്ലാത്തതാണെങ്കിൽ ചിലത് ലൈക്കൻ പ്ലാന്റ്സ് എക്സിമ സിമിലർ ആയിരിക്കും, കണ്ട ഒരുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി എളുപ്പത്തിലുള്ള മാർഗ്ഗം പാരമ്പര്യമായിട്ട് ഈ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ചെറിയ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അസുഖം പാരമ്പര്യമായിട്ട് അറ്റോപ്പി രൂപത്തിൽ ഒരു അസുഖങ്ങൾ, അതായത് അറ്റോപ്പി വിഭാഗത്തിൽപ്പെട്ട തുമ്മലോ ശ്വാസം മുട്ടലോ എക്സിമയോ കുടുംബത്തിലുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുക. അത് നോക്കി ആ പാരമ്പര്യ ഘടകമാണ് ഫസ്റ്റ്. ഈ പാരമ്പര്യ ഘടകം ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വന്നോളം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു അച്ഛനമ്മയ്ക്കോ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാം എന്ന് മാത്രം. ആ പാരമ്പര്യ ഘടകം വന്നു കഴിഞ്ഞു, അയാൾ അതിനുള്ളൊരു സാഹചര്യത്തോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ മാത്രമാണ് കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ വരിക. അല്ലാത്തപ്പോൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നു. ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിപ്പം ഒരു 3 വയസ്സ് വരെ അല്ലെ 4 വയസ്സ് വരെ ഒന്നും അലർജി പാരമ്പര്യമുണ്ടെങ്കിൽ പോലും കാണാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു ഏജ് കഴിയുമ്പോൾ അലർജി ടൈപ്പ് അസുഖങ്ങൾ വരുന്ന കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ സംഭവിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഈ പാരമ്പര്യ ഘടകമുള്ളതുകൊണ്ട് അസുഖം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏത് രോഗത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രമേഹം അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് 100% വരാമെന്നാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വന്നോണമെന്നില്ലല്ലോ. അതിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ എക്സ്പോഷറും കൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അന്നേരമാണ് അത് പ്രകടമാകുക. അതുവരെ അതിനെ മൂടി വെക്കാൻ ശരീരത്തിന് കഴിയുമെന്നുള്ളതാണ്. അതിനെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിന് സാധിക്കുന്നുള്ളത്. അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഘടകങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായിട്ട് നോർമലായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ശരീരത്തിന് കഴിയും. അത് കഴിയാത്ത സാഹചര്യമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സഫിയാണ് വിളിക്കുന്നത് കോഴിക്കോട് നിന്ന്. സഫിയ ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സഫിയ കേൾക്ക. ഹലോ, അത് എന്റെ ശരീരമൊക്കെ ഇങ്ങനെ ചൊറിയ. എവിടെയാണ് കൂടുതലുള്ളത്? ശരീരം മൊത്തത്തിലാണോ ഏതെങ്കിലും ഭാഗത്താണോ? കൈയുടെ പുറത്തുണ്ടാവും, പിന്നെ ശരീരത്തിലെല്ലാം ഇങ്ങനെ തടിച്ചു വരും, ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു പൊങ്ങുന്നുണ്ട്. അതെ, എത്ര വർഷമായിട്ടുണ്ട് അത്? കൂടുതൽ കൈക്കും ശരീരത്തിലെല്ലാം ഉണ്ടാവും ചൊറി. എത്ര കാലമായിട്ടുണ്ട് അങ്ങനെ? തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അത് കൊറേ ആയി ഇങ്ങനെ, അതൊരു കൊറേ ആയി ഇങ്ങനെ 5-6 വർഷമൊക്കെ. നിങ്ങൾ പറഞ്ഞ ലക്ഷണം ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങുന്ന തരത്തിലാണെങ്കിൽ അത് ക്രോണിക് ആർട്ടിക്കേറിയ വിഭാഗത്തിൽപ്പെട്ട അറ്റോപ്പി ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റികളെ ആർട്ടിക്കേറിയ ക്രോണിക് വിഭാഗത്തിൽപ്പെട്ടതാണ്. പിന്നെ അടിച്ചു വരുമ്പോ പൊടി തട്ടുമ്പോൾ ഒക്കെ അല്ലേ? അത് പല സാഹചര്യം കൊണ്ട് വരാം. ഒരു വസ്തു തന്നെ ആയിരിക്കണമെന്നില്ല ഈ അലർജി ഉണ്ടാക്കുന്നത്. ഒരു വസ്തു ആയിക്കോണം, ചിലപ്പോൾ ഭക്ഷണ വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ പൊടിയാവാം, കാലാവസ്ഥ മാറുമ്പോൾ ആയിരിക്കാം, അങ്ങനെയൊക്കെ അലർജി വരാം. നിങ്ങളത് വസ്തു എന്തെന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും അതെന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് പലപ്പോഴും അന്വേഷിച്ചാൽ നമുക്ക് പലപ്പോഴും ഐഡിയ കിട്ടില്ല. കാരണം ഒന്നിലധികം വസ്തുക്കൾ ചിലപ്പോൾ അലർജി ഉണ്ടാക്കുന്നുണ്ടാവാം. അതിന് കൃത്യമായ വിവരങ്ങളെടുത്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദപ്പെടാവുന്നതാണ്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മരുന്ന് തരും. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മരുന്ന് തരും. ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടാൽ മതി. യെസ് ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ഇബ്രാഹിമാണ് വിളിക്കുന്നത് ദുബായിൽ നിന്ന്. ഇബ്രാഹിം ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറെ, ഞാൻ എന്റെ സ്ഥലം നാട്ടിലെ കാസർഗോഡാണ്. ഞാൻ ഇപ്പൊ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. പിന്നെ 10-20 വർഷമായിട്ട് എനിക്ക് അലർജിന്റെ ബുദ്ധിമുട്ടാണ് സാറേ. ഞാൻ ഒരുപാട് ഹോമിയോ മരുന്ന് എടുത്തു. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റും ആയിട്ട് ഒരുപാട് ഏകദേശം ഒരു 5 വർഷം തുടർച്ചയായി ഹോമിയോ മരുന്ന് എടുത്തു. പക്ഷെ ഒരു കുറവും കണ്ടില്ല. അവസാനം പിന്നീട് ഞാൻ ആയുർവേദത്തിൽ നോക്കാം. ആയുർവേദം ഞാൻ സ്ഥിരമായിട്ട് 2 വർഷം എടുത്തു ഞാൻ. പക്ഷെ അതിൽ എനിക്ക് വലിയൊരു സക്സസ് ആയില്ല. പിന്നെ ഇംഗ്ലീഷ് മോഡേൺ മെഡിസിനിൽ പോകാൻ എനിക്കത്ര വലിയ ധൈര്യമില്ല. കാരണം അതത്ര എനിക്ക് വലിയ ഷൂട്ടബിൾ അല്ല എന്റെ ശരീരത്തിൽ. അങ്ങനെ എന്ത് തരത്തിലുള്ള അലർജിയാണുള്ളത്? അലർജി സാറേ, ഈ ഓവ് ചാലിന്റെ അടുത്ത് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ശരീരം മൊത്തം ചൊറിയും സാറേ. ഇപ്പോഴുള്ള അവസ്ഥ അതാണ്. മുമ്പെയുള്ള അങ്ങനെയല്ല. മുമ്പെയുള്ള കണ്ണ്, ഈ മൂക്കൊക്കെ ചൊറിയായിരിക്കും മുമ്പേ. പിന്നെ ഒരു മൂക്കിന്റെ ഒരു സൈനസൈറ്റിസിന്റെ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തതാണ്. അതില് നിങ്ങൾ നേരത്തെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അതൊരു കൃത്യമായൊരു ട്രീറ്റ്മെന്റ്, ഇത് അസുഖത്തിന്റെ ഡ്യൂറേഷൻ കാലയളവ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യം വരും. അത് കൃത്യമായിട്ട് കേസ് പഠിച്ച് കറക്റ്റായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കാലാവധി അസുഖം ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് മാറേണ്ടതാണത്. അവിടെ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ചികിത്സയിനകത്ത് കൃത്യമായ രീതിയിൽ ആ ചികിത്സ വന്നിട്ടുണ്ടാവില്ല.
കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഓ അത് ശരിയായ മരുന്ന് കിട്ടിയിട്ടുണ്ടായില്ല. അതെ 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 ആ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് മരുന്ന് തരുന്ന ഒരു ഡോക്ടർക്ക് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. അലീമയാണ് വിളിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന്. അലീമ ചോദിച്ചോളൂ ഡോക്ടറോടാ. ഹലോ ഡോക്ടറെ, എനിക്ക് ഒരു 6 വർഷമായിട്ട് സ്ഥിരമായിട്ട് തുമ്മലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് കുറെ മരുന്നുകളെല്ലാം കഴിച്ചു, അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം കഴിച്ചു. എന്നിട്ട് എനിക്കത് കുറയണില്ല. അത് തുമ്മൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം മൂക്കിൽ നിന്ന് കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരും. അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ തുമ്മൽ വരുന്നത്. ഒരു 6 വർഷമായിട്ട് ഇങ്ങനെയുണ്ട്. ഒരാഴ്ചയിൽ 1-2 തവണ ഉണ്ട്. അവസാനമാകുമ്പോ എനിക്ക് ശ്വാസം മുട്ട് പോലെ വരും. ഒത്തിരി തുമ്മി കഴിയുമ്പോൾ 2 വശവും വേദനയാവും. വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അലർജി അറ്റോപ്പി വിഭാഗത്തിൽപ്പെട്ട അലർജിക് റൈനൈറ്റിസ് അസുഖമാണ്. അത് കൂടുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും ശ്വാസമുട്ടൽ ബ്രോങ്കിലാസ്മ രൂപത്തിലേക്ക് വരുന്നത്. അത് പല ആളുകൾക്ക് പലതരത്തിലാണ് അത് കൂടുതലുണ്ട്. ചില ആൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുക, അല്ലെങ്കിൽ രാത്രി തുമ്മുക, പൊടി തട്ടിയാൽ തുമ്മുക, സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ തുമ്മുക, പലതരത്തിലാണ്. ഓരോ വ്യക്തികളിലും പ്രകടമാവുന്നത് പലതരത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ വിശദാംശങ്ങൾ, അതായത് ഏത് തരത്തിലാണ് അസുഖം കൂടുതലാവുന്നത്, ഏത് സമയത്താണ് കൂടുതലാവുന്നത്, അതിൻ്റെ കൂടെ മറ്റെന്തൊക്കെ പ്രയാസങ്ങളാണ് നിങ്ങൾക്കുള്ളത്, നേരത്തെ തുടക്കത്തിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അറ്റോപ്പി ബന്ധപ്പെട്ട തൊലിപ്പുറത്ത് അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇപ്പം അതിനോടനുബന്ധിച്ച് കാലിനടി പൊട്ടോ അല്ലെങ്കിൽ മറ്റ് അലർജി അറ്റോപ്പി എക്സിമ പോലത്തെ എന്തെങ്കിലും രൂപത്തിൽ, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ കാലുമൊളിയോ എന്തെങ്കിലും അറ്റോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ കൃത്യമായി പഠിച്ച് വിശദാംശങ്ങളെടുത്ത് ഒരു മരുന്നെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭേദപ്പെടേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൃത്യമായൊരു ചികിത്സ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കണം അത് കുറയാത്തത്. ഒരു വിദഗ്ധ ഡോക്ടർ പറഞ്ഞോളൂ. എന്റെ കാലിന്റെ ഈ പാദത്തിന്റെ മുകളിൽ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോ എനിക്ക് തീർത്തും ഇല്ലാതെ ആയിട്ടുണ്ട്. അത് കുറെ നാള് ഇങ്ങനെ മരുന്നുകളൊക്കെ കഴിക്കുകയും പെരട്ടുകയൊക്കെ ചെയ്തപ്പോ അത് തീർത്തും മാറിയിട്ടുണ്ട്. കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് തമ്മിൽ ബന്ധമുള്ളതാണ്. ഈ രണ്ടും ഒരേ അസുഖമാണ്. അറ്റോപ്പി എന്ന് പറയുന്ന ഒരു രോഗമാണ്, ഒരു രോഗത്തിൽ പെട്ടതാണ്. ഈ തുമ്മലാണെങ്കിലും ശ്വാസമുട്ടലാണെങ്കിലും തൊലിപ്പുറത്ത് അസുഖമാണെങ്കിലും അർട്ടിക്കേറിയ ആണെങ്കിലും അറ്റോപ്പി എന്ന് പറയുന്ന ഒരു രോഗമാണ് കേട്ടോ. അത് പ്രകടമാവുന്നത് പലതരത്തിലാണെന്ന് മാത്രം. നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന തൊലിപ്പുറത്ത് അസുഖം മാറിയപ്പോഴായിരിക്കും നിങ്ങൾ തുമ്മൽ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മരുന്നെടുക്കുന്ന സമയത്ത് ആ തൊലിപ്പുറത്ത് അസുഖം വന്നിട്ട് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ആ കംപ്ലൈൻറ്റ് മാറി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് നിങ്ങൾ തൊലിപ്പുറത്ത് എന്തെങ്കിലും ഓയിൻമെൻറ്റുകളോ സപ്രസൻസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അതിന് ശേഷം തുമ്മൽ വന്നിരിക്കുന്നത് കേട്ടോ. രണ്ടും ഒരേ രോഗത്തിൽ പെട്ടതാണ്, രണ്ടും ഒരേ അസുഖം തന്നെയാണ്. അസുഖം മാറിയതല്ല, അതിൻ്റെ രൂപം പ്രകടമാകുന്ന രീതി മാറി എന്ന് മാത്രമേ ഉള്ളൂ. അത് മരുന്നെടുത്താൽ മാറുന്നതാണ്. നിങ്ങൾ ഈ വിശദാംശങ്ങളും കൂടി പറയുക ഡോക്ടറെ കാണുന്ന സമയത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായിരുന്നു എന്നും അത് ഇന്ന സ്ഥലത്തായിരുന്നു, ഇന്ന രീതിയിലായിരുന്നു എന്നും കൂടെ ഡോക്ടറോട് പറയുക. ആ വിശദാംശങ്ങളൊക്കെ എടുത്ത് മരുന്നെടുത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി മാറും കേട്ടോ. ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അബ്ദുൽ ഗഫൂർ ആണ് വിളിക്കുന്നത് പൊന്നാനിയിൽ നിന്ന്. അബ്ദുൽ ഗഫൂർ ചോദിച്ചോളൂ ഡോക്ടറോടാ. സാറേ, അലർജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ചോദിക്കാനുള്ളത്. വൈപ്പിന് വേണ്ടിയിട്ടാണ്. ഒരു 10 വർഷത്തോളം അവർക്കുണ്ട്. ചില സമയങ്ങളിൽ തൊണ്ട ഭയങ്കര ചൊറിച്ചിലാണ്. അതുപോലെ തന്നെ മൂക്കിനുള്ളും ഭയങ്കരമായിട്ട് ചൊറിയും. അപ്പൊ അതിന് ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചികിത്സ? അവരിപ്പോ അലോപ്പതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അലോപ്പതി ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും മാത്രമല്ല ശരീരം ഇങ്ങനെ തടിച്ചു വരുവാണ്. അല്ല, അതിൽ രണ്ടിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തൊണ്ട ചൊറിച്ചിൽ അല്ലെങ്കിൽ മൂക്ക് ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ ആ കംപ്ലൈൻറ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് മരുന്നെടുക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് കുറയും. നിങ്ങൾ പറഞ്ഞു അതിനോടനുബന്ധിച്ച് കുറച്ച് ക്ഷീണമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അസ്വസ്ഥതകൾ താൽക്കാലികമായിട്ട് അപ്പോൾ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് കുറയുന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു അറ്റോപ്പി എന്ന് പറയുന്ന അലർജിക് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റീൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിലൊക്കെ അറ്റോപ്പി അലർജി തുമ്മലിൻ്റെ ഭാഗമായിട്ട് കോൾഡിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വിശദാംശങ്ങൾ എടുത്ത് മരുന്നെടുത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തീർച്ചയായും മാറ്റാൻ കഴിയും, യാതൊരു സംശയമില്ല കേട്ടോ. ഹോമിയോപ്പതിയിൽ നമുക്ക് മാറ്റാൻ കഴിയും. അതെ അതെ അതെ, ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ടാൽ മതി. ഓക്കെ സാർ, താങ്ക് യു.